കശുവണ്ടി പരിപ്പിനൊക്കെ വില കൂടിയിടാം. അതിനെന്താ, നമ്മൾ വാങ്ങാറില്ലല്ലോ. എറണാകുളത്ത് പ്രമുഖ തിയേറ്ററിൽ റിവ്യൂവേഴ്സ് തമ്മിൽ കൂട്ടിലിടിച്ച് മൈക്ക് പൊട്ടിയ അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? എടാ വായിക്കാൻ കൊള്ളാവുന്നൊരൊറ്റ വാർത്ത ഇതിലില്ല കേട്ടാ. എടാ ഇതെന്താ അയക്കാകുമ്പം പൊട്ടുമൊക്കെ ചെയ്യും. നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എടാ പട്ടി ഇതെന്താണത്? ഇത് കണ്ടായിരുന്നില്ല ഗുളിക. എടാ ഈ അലോപ്പതി ഗുളിക എങ്ങനെ ഈ വീട്ടിൽ വന്നേ? എനിക്കെങ്ങനെ അറിയാം? നീ എന്തിനാ രാവിലെ എന്റെ നെഞ്ചത്തോട്ട് കയറുന്നേ? എടാ ഈ വീട്ടിൽ ഇത്രയും നാളായിട്ട് ഞാൻ അലോപ്പതി ഗുളിക ഞാൻ ഈ വീട്ടിൽ കയറ്റിയിട്ടില്ല. ഹോമിയോ ഗുളിക മാത്രം ഞാൻ എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കണേ. അതുകൊണ്ട് എല്ലാവരും ആരോഗ്യം ഇവിടെ സംരക്ഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ സത്യം പറടാ, ഈ ഗുളിക എങ്ങനെ ഇവിടെ വന്ന്? രാവിലത്തെ ചെന്നൈ മെയിലിന് വന്നു. നിനക്ക് എന്താ അറിയണ്ട? എനിക്ക് അറിഞ്ഞുകൂടുതൊന്നും. എടാ എന്തിനും ഉത്തരം പറഞ്ഞത് ഇതെങ്ങനെയാണോ വന്നേ? സത്യം പറഞ്ഞോ. ഇവിടെ ആരെങ്കിലും വന്നപ്പോ കൊണ്ടിട്ടതായിരിക്കും. ആരും അമ്മേ എന്താ? അതന്നെ ഞാനും ചോദിക്കേണ്ടത് എന്താന്ന്. അതെ, ഞാനങ്ങ് പൊക്കോട്ടെ. നീ പോണ്ട, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നീ പോയാ മതി. ഇതെന്താണ്? നീ എന്താണ് രാവിലെ എന്നെ പേടിപ്പിക്കുന്നത്? ഉത്തരം പറ. ചോദിക്കടാ. എന്റെ സ്വന്തം ആരോഗ്യത്തെക്കാളും കൂടുതൽ ഇവിടെ ഉള്ള ബാക്കിയുള്ളവരുടെ ആരോഗ്യത്തിനെ ഞാൻ വില കൽപ്പിച്ചേക്കുന്നത്. അതിനിപ്പോ എന്നാ പറ്റിയേ? അമ്മ വർഷങ്ങളായിട്ട് വീട്ടിൽ സംഭവിക്കാത്ത അനിഷ്ട സംഭവങ്ങൾ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്. നീ ഇങ്ങനെ വിഷമിപ്പിക്കാത്ത കാര്യം പറ മക്കളെ. ഞാനങ്ങ് പൊക്കോട്ടെ. നീ ചുമ്മാ ഇരി അവിടെ. എടാ എന്നാടാ മക്കളെ കാര്യം പറയടാ. അയ്യോ എന്റെ മക്കളെ മണ്ണൊക്കെ എന്നാ പറ്റിയടാ? നീ എന്തിനാണ് അമ്മയോടൊക്കെ മറച്ചു വെച്ച? എന്റെ മണ്ണൊക്കെ എന്നാ പറ്റിയടാ? അപ്പോഴത്തേക്ക് അങ്ങ് ഇതെന്താ സാധനം എന്നുള്ളത് കണ്ട? ഇത് ഗുളികയല്ലേ? ഗുളി വെറും ഗുളികയല്ല, അലോപ്പതി ഗുളിക. അത്രേ ഉള്ളോ? അത്രേ ഉള്ളൂ. അത് തന്നെ ഞാൻ ഈ പറഞ്ഞോണ്ടിരുന്നേ. നിന്നെ പാരെങ്കിലും വിളിച്ചാ ഇറങ്ങി പോണക്കാം. ഇവിടെ ഒരു 1000 വട്ടം ഞാൻ പോട്ടെ ചോദിച്ചല്ലേ, എന്നെ പിന്നെ ഇവിടെ പിടിച്ച് നിർത്തിയേ. ഇതൊരു കഷ്ടമാ. പോടാ. എന്നാ പോകുന്നില്ല. ഇത് എങ്ങനെ വന്നേന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. അമ്മ ഒരു ഗ്ലാസ് വെള്ളം അവിടെ ഇരിപ്പുണ്ട്. വെള്ളം കുടി. കൺഫേംഡ്. അച്ഛാ കൺഫേംഡ്. കൺഫേം ആയാ? എവിടുന്നാ പെണ്ണ്? അച്ഛാ അവളിവിടെ വന്ന് ഇവിടെ നിന്ന് അതിനൊന്നും നമുക്കിവിടെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ വീട്ടിലത്തെ ചിട്ടകള് അത് തെറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് നീ അവളോട് പോയി പറ. ആരോട്? നിന്റെ പെണ്ണോട്. അതെങ്കിൽ നോക്കിയേ അച്ഛൻ്റെ മോനെ നല്ലൊരു പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ലേ? അവളിവിടെ വന്നേനോ നിന്നേനോ ഒന്നും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ എന്തെങ്കിലും പറഞ്ഞാ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാ? ഇവൻ എന്തെങ്കിലും പറഞ്ഞാ? പക്ഷെ ഇത് ഞാൻ സമ്മതിക്കില്ല. ഇതെന്താ മനസ്സിലാണല്ലോ. നോക്കിയാ അത് നീ വിട്ടേക്കടാ. വിട്ടേക്കാനാ? അച്ഛാ ഞാനിത് വിടാന്ന് ഉദ്ദേശിച്ചിട്ടില്ല. എന്നാ നീ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് ഞാൻ ചെയ്യും. പക്ഷെ ഇതിനൊക്കെ കാരണക്കാരനായ വേറൊരുത്തനുണ്ടല്ലോ ഈ വീട്ടില്. അവൻ എനിക്കൊന്ന് ആദ്യം കാണണം, നേർക്ക് നേർ. ജിമ്മി കൊടുക്കാൻ 1000 രൂപ ഭയങ്കര ചെലവാ. ഒന്ന് നീ കൂടെ വേണം. സമാധാനം തരാ. ആകാശേ, ഈ കുടുംബത്ത് ശീലമില്ലാത്ത പല കാര്യങ്ങളും ഇപ്പൊ പുതുതായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊന്നും കൊച്ചാട്ടൻ എന്ന നിലയിൽ എനിക്കിത് തുടരാൻ സമ്മതിക്കാൻ പറ്റില്ല. അതിന് ഡെയിലി ദോശയും ഇഡ്ഡലി എങ്ങനെ കഴിക്കാനാടാ? അല്ല ഞാൻ പണെടുത്ത പൈസക്ക് ഞാൻ ഓർഡർ ചെയ്ത് കഴിക്കണേ നിങ്ങൾക്ക് എന്താ? എടാ 5-6 പേരുള്ള ഈ വീട്ടിൽ നീ ഒറ്റയ്ക്ക് ഓർഡർ ചെയ്ത് കഴിക്കുന്നത് എങ്ങനെയാണ് ശരിയാവുന്ന? ഒരു മര്യാദ വേണ്ടേ? അതല്ല, ഇന്നലെ ഇവിടെ വന്നില്ലേ നിന്റെ ഫ്രണ്ട്, മറ്റേ അവളുടെ കാര്യം. ഓ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടങ്ങളല്ലടാ. ഇഷ്ടം ഇവിടെ പറ്റത്തില്ല. അതാ ഞാൻ പറഞ്ഞു വന്നത്. എടാ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ എങ്ങനെയാടാ? എന്നാലും കുഴപ്പമില്ല, ഞാൻ പറയാം. നാളെ മുതൽ നിക്കർ ഇടണ്ടാന്ന് ഞാൻ പറയാം. നിക്കറാ? എന്നിട്ട് എടാ അവള് നിക്കറിട്ടാലിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ പട്ടി? ഒരു ചോദ്യം മര്യാദയ്ക്ക് ചോദിക്കാൻ അറിയാൻ പാടില്ലാതെ നിന്നെ കൊണ്ടൊക്കെ എന്തിനോളാടാ? എനിക്ക് പോടാടുന്നു. ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. രാവിലെ തൊട്ട് നീലെങ്കിൽ ഇവിടെ നില്ല്, അവിടെ നില്ല്, ഇവിടെ ഇരിക്കുക, കുന്തം തേങ്ങ കൊല ഓടാവൂല്ലേ? നീ എന്റെ പോടറക്ക ഉണ്ട. സ്ട്രേറ്റ് ഫോർവേഡ് ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ ഫ്രണ്ട് ഋഷഭ അവൾ ഉപയോഗിക്കണ ഒരു അലോപ്പതി മരുന്ന്
തെളിവുണ്ട്. ഈ സാധനം എനിക്ക് ഇവിടെ കിടന്ന് കിട്ടിയിട്ടുണ്ട്. അവളോട് പറഞ്ഞ് മനസ്സിലാക്കിയേക്ക് ഇതൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റൂല എന്നുള്ള കാര്യം നിനക്കറിയാവുന്നതാണുള്ളത്. ഇനി ഇത് തുടരാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നീയും പുറത്താവും അവളും പുറത്താവും. ഞാൻ പുറത്താണ് ആരും കിട്ടെ. ഈ വക സാധനങ്ങളൊന്നും ഇങ്ങോട്ട് കയറ്റാൻ പാടില്ല എന്ന് അവളോട് പറഞ്ഞാ. പിന്നെ നിനക്ക് ഈ ഭ്രാന്ത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് എവിടെ നിന്നടാ? വല്ല കാക്കെല്ലാം കുത്തി കൊണ്ടുവന്ന് ഇട്ടായിരിക്കും. പോളോ കാക്ക എന്നാ ഞാൻ തെളിയിച്ചാലടാ. പൂട്ടി ഈ വീട്ടിൽ അലോപ്പതിക്കാരി പൂട്ടി. വാ അമ്മ, അച്ഛാ വാ 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 വാ. ഞാൻ പൂട്ടി. ഇതിന്റെ അകത്തിട്ട് പൂട്ടിട്ടുണ്ട്. അലോപ്പതി യൂസ് ചെയ്യുന്ന ആളില്ലേ, ആളെ ഞാൻ പൂട്ടി. ഈ വീട്ടിലിട്ട് പൂട്ടിട്ടുണ്ട്. എടാ നീ എന്താ പറഞ്ഞത്? നീ ഇടയിൽ വെച്ചിട്ടല്ല എന്നെ നീ ഇടയിൽ വെച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് പോയല്ലടാ. ഞാൻ പൂട്ടിട്ടുണ്ട് അതിന്റെ അകത്ത്. ഈ വീട്ടിലുണ്ടല്ലോ, ഈ വീട്ടില് ഓരോരുത്തരെ ഞാൻ അലോപ്പതി യൂസ് ചെയ്യാനായിട്ട് ഞാൻ വിടൂല. ഒന്നും വിടാണ്ടിരിക്കാൻ കാര്യം പറയട്ടെ. അതെ, ഈ വീട്ടില് ഹോമിയോ അല്ലാതെ മറ്റൊന്നും ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതാണ് ഞാൻ ഇത്രനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായ? അച്ഛനെ വിളിക്ക്. നീ എന്താ പറഞ്ഞ കാക്ക കുത്തി കൊണ്ടിട്ടാ ഇന്നത്തുണ്ടാ ഞാൻ പൂട്ടിട്ടുണ്ടാ. നീയൊക്കെ കാണാ, തുറന്ന് കാണാ. അച്ഛനെ വിളിക്ക്. എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. വിളിക്ക, അച്ഛനെ വിളിക്ക്. നിനക്ക് കഴിക്കാനുള്ള ഗുളിക അല്ലേ? ദേ കിടക്കണേ നിന്റെ ഗുളിക. നീ ഏത് ഗുളിക തിന്നണം? അച്ഛനെ വിളിച്ചിട്ടോ? അല്ലെങ്കിൽ വേണ്ട. അച്ഛനെ വീഡിയോ എടുത്ത് കാണിച്ചാൽ മതി. നിങ്ങക്ക് കാണുന്നുണ്ടെങ്കിൽ വന്ന് നോക്കടാ. എന്തോന്നിത്? ഈ വീട്ടിൽ എന്നും ഒച്ചപ്പാടും ബഹളമാണോ? അതേടി, എപ്പോഴും ഒച്ചപ്പാടും ബഹളോ. അവിടെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഹാലൂസിനേഷൻ. അത് നമ്മുടെ നായര് ഓടരെ. എന്നെ പേടിച്ചിട്ടാണോ പോലെ ഞാൻ ഇത്ര കാലം ഇതിനകത്തിരുന്ന് കഴിച്ചത്? ജീവൻ നിലനിർത്താനോ പോലെ